ഭാഗമായി സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ അറസ്റ്റിലായത് 2854 പേർ. 1.5 കിലോയോളം MDMAയും 154 കിലോ കഞ്ചാവും പിടികൂടി. DGPയുടെ നിർദ്ദേശം അനുസരിച്ച് നടന്ന വ്യാപക റെയ്ഡിലാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത്. അഞ്ജു, എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇത്രയും ആളുകൾ അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് ഈ ലഹരിയുടെ ഒഴുക്ക് എന്നാണ് പോലീസ് പറയുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ സമൂഹ വിരുദ്ധരൊക്കെ താവളമാക്കിയിട്ടുള്ള ലഹരി വിൽപ്പന ഉപയോഗവും ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഓപ്പറേഷൻ ഡി ഹണ്ട് പരിശോധന ആരംഭിച്ചത്. അത് ഒരാഴ്ചക്കിടെ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് 2854 പേർ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത്. ഒപ്പം തന്നെ 2782 പേർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തു. 17,246 പേരെയാണ് വിവിധ ജില്ലകളിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ 1.5 കിലോയ്ക്കടുത്ത് MDMA പിടികൂടിയിട്ടുണ്ട്. 154 കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് പിടികൂടിയിട്ടുള്ള ലഹരികളുടെ കണക്ക് ഉൾപ്പെടെയാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഓപ്പറേഷൻ ഡി ഹണ്ട് ഇപ്പോൾ വീണ്ടും ലഹരികളുടെ ഉപയോഗം ഉൾപ്പെടെ ശക്തമായിട്ട് നിരവധി വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യമാണ്. അതിനാൽ തന്നെയാണ് കഴിഞ്ഞ മാസം 22-ാം തീയതി മുതൽ ഈ 1-ാം തീയതി വരെയുള്ള ഈ വന്ന കണക്കുകളാണിവ. അത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെ വിപണനം ഉൾപ്പെടെ തടയുന്നതിനായിട്ട് കർശന നടപടി പോലീസ് വീണ്ടും സ്വീകരിക്കാൻ ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി അഞ്ജു, സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ഞെട്ടിക്കുന്ന കണക്കാണ്. നിരവധി ആളുകളാണ് അറസ്റ്റിലായിരിക്കുന്നത്. 2854 പേർ ഒരാഴ്ചക്കിടെ അറസ്റ്റിലായി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്.